എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പൊട്ടിയ ബക്കറ്റ് വെച്ചിട്ടുള്ള 3 കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാനാണ്. സാധാരണ നമ്മൾ ബക്കറ്റൊക്കെ പൊട്ടിപ്പോയാൽ കളയാണ് ചെയ്യുക. ഇപ്പോൾ പിന്നെ ഒരുപാടൊക്കെ എല്ലാവരും ക്രിയേറ്റീവായി തുടങ്ങി. എങ്കിലും എൻ്റെ ഒരു ഐഡിയയിൽ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. ഇതിപ്പോൾ ഒരു ബക്കറ്റ് പൊട്ടിയാൽ അതിൻ്റെ 3 ഭാഗങ്ങൾ വെച്ചിട്ട് ഓരോ കാര്യങ്ങളാണ് ഞാനിന്ന് കാണിക്കുന്നത്. അപ്പോൾ 3 ഐഡിയാസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങളുടെ ബക്കറ്റിൻ്റെ ഏത് ഭാഗമാണോ പൊട്ടിയത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ബാക്കിയുള്ള ഭാഗം കൊണ്ട് ഇതുപോലെ ചെയ്ത് നോക്കാനായിട്ട് പറ്റും. എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഈ ഒരു വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണുക. പിന്നെ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് നോക്കിയിട്ട് വരാം. ഇന്ന് ഞാനിവിടെ ഈ ഒരു ബക്കറ്റാണ് കേട്ടോ റീയൂസ് ചെയ്ത് കാണിക്കുന്നത്. കണ്ടില്ലേ, ഇതിൻ്റെ ആ ഒരു സെൻറ്ററിൽ നിന്ന് താഴോട്ട് ഫുള്ള് നന്നായിട്ട് തന്നെ പൊട്ടിയിട്ടുണ്ട്. ഇനി എന്തായാലും നമുക്കിതിൽ വെള്ളമൊന്നും എടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ നമുക്കിത് അങ്ങനെ വെറുതെ കളഞ്ഞാൽ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്കിതൊന്ന് റീയൂസ് ആക്കാം. ആദ്യം നമുക്ക് ഈ ബക്കറ്റിനെ 2 ആക്കിയിട്ടൊന്ന് മുറിച്ചെടുക്കണം. നിങ്ങൾക്കറിയാലോ, ഇതിൻ്റെ താഴെയാണ് പൊട്ടിയിട്ടുള്ളത്. മോൾ ഭാഗത്തിന് പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ മുകളിൽ ആ ഒരു പിടി വരുന്ന ഭാഗം നമ്മൾ നേരെ ഒരു റൗണ്ട് പോലെ വേണമെങ്കിൽ ഒന്ന് വരച്ചിട്ട് കട്ട് ചെയ്യാം. എനിക്കിപ്പോൾ അത് വേണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു കത്തി മെഴുകുതിരിയിൽ ചൂടാക്കിയിട്ടാണ് കട്ട് ചെയ്യണത്. ഇതുപോലത്തെ കട്ടർ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടി എളുപ്പമാണ്. പിന്നെ ആക്സോ ബ്ലേഡൊക്കെ വെച്ചിട്ട് പറ്റുന്നവർ അങ്ങനെ ചെയ്യാം. പിന്നെ നമുക്ക് എങ്ങനെയായാലും ചൂടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെ പ്ലാസ്റ്റിക് അല്ലേ, കട്ടാക്കി എടുക്കാനായിട്ട് എളുപ്പമാണ്. ഗ്യാസിലായാലും ചൂടാക്കിയാൽ മതി. അപ്പോൾ നല്ല ഫ്ലെയിം ആകുമ്പോൾ പെട്ടെന്ന് ചൂടായിട്ട് മെഴുകുതിരിയേക്കാൾ ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കാര്യം ചെയ്യാൻ വിട്ടുപോയി. ആദ്യം നമ്മൾ ഇതിൻ്റെ ഒരു പിടിയില്ലേ, കമ്പി, അത് എടുത്ത് മാറ്റണം കേട്ടോ. നന്നായിട്ട് ബലം കൊടുത്തൊന്ന് വലിച്ചാൽ മതി. അത് പെട്ടെന്ന് നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. കണ്ടോ, ഇതിപ്പോൾ ഞാൻ ഊരിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ടിങ് തുടരാം. കണ്ടില്ലേ, ഇതുപോലെ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് പതുക്കെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ പൊട്ടിപ്പോവും. വല്ലാതെ അങ്ങോട്ട് സ്പീഡിൽ ചെയ്യാൻ ശ്രമിക്കരുത്. അപ്പോൾ ഇങ്ങനെ 2 പീസാക്കിയിട്ട് ഞാനിപ്പോൾ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലുള്ള ഒരു വള്ളിയോ അല്ലെങ്കിൽ ലേസോ എന്തെങ്കിലുമൊക്കെയാണ്. ഞാനിപ്പോൾ ഒരു സാറ്റിൻ്റെ റിബൺ ബ്ലാക്കാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ റിബൺ തന്നെ വേണമെന്നൊന്നുമില്ല. നല്ല ഭംഗിയുള്ള പ്രിൻ്റൊക്കെയുള്ള നല്ലൊരു തുണിയുടെ പീസ് ഉണ്ടെങ്കിൽ നീളത്തിൽ ഇങ്ങനെ റിബൺ പോലെ അങ്ങ് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിങ്ങനെ ചുറ്റി കൊടുക്കുക. ഫസ്റ്റ് മാത്രം ഒന്ന് ഗ്ലൂഗൺ വെച്ച് ഒട്ടിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് കെട്ടിക്കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ചുറ്റി എടുക്കുക. നല്ല വീതിക്ക് കുറച്ചുകൂടെ ഒരു വീതിയുള്ളതാണെങ്കിൽ പെട്ടെന്ന് ചുറ്റിയെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ എന്തായാലും ഈ ഒരു റിബൺ ഒന്ന് ചുറ്റിയെടുക്കുകയാണ്. കണ്ടോ, ഇതിപ്പോൾ നമ്മൾ നന്നായിട്ട് ചുറ്റിയെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് വേണ്ടത് ഇതുപോലുള്ള ക്ലോത്ത് ക്ലിപ്പുകളും പിന്നെ ഒരു വള്ളിയുമാണ്. ഒരു വള്ളി വെച്ചിട്ട് നമുക്ക് ഓരോ ക്ലോത്ത് ക്ലിപ്പുകളും ഈ റിങ്ങിൽ ചുറ്റൊന്ന് കെട്ടിക്കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടിയാൽ മതി. ആ ഒരു ഹൈറ്റും ഒക്കെ ഇതിൻ്റെ ആ ഒരു റിങ് ഉണ്ടല്ലോ, ഒരു കമ്പി പോലെ, അതിലൂടെ ഒന്ന് കോർത്തെടുത്തിട്ട് കെട്ടിക്കൊടുക്കാം കേട്ടോ. നമുക്കിതൊന്ന് തൂക്കിയിടണ്ടേ. അതിന് വേണ്ടിയിട്ട് ഒരു 3 വള്ളി കൂടി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതെന്നിട്ട് ഒരു 3 സൈഡിലായിട്ട് നമുക്കിതൊന്ന് ഉറപ്പിക്കാം. എന്നിട്ട് നമ്മുടേതായ രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാം. 3-ന് പകരം 4 വള്ളിയായാലും കുഴപ്പമില്ല. അപ്പോൾ ഒന്നും കൂടി കറക്റ്റായിട്ട് നിൽക്കും. ഞാനിപ്പോൾ വെറുതെ ഒരു മണി അതിൽ കോർത്തിട്ട് കൊടുക്കുന്നേ ഉള്ളൂ. അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല. അതുപോലെ തന്നെ ഈ 3ഉം കൂടി ഒരു വള ഞാൻ കോർത്തിട്ട് കൊടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ പൊസിഷനിൽ നിൽക്കാനാണ്. അതില്ലെങ്കിലും ആ ഭാഗത്തൊരു കെട്ടിട്ട് കൊടുത്താലും മതി. ഇനി നമുക്കിതൊന്ന് തൂക്കിയിടാനായിട്ട് ഒരു എസ്കൊളുത്ത് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ടൊരു വള എടുത്തിട്ടുണ്ട് ഞാൻ, മെറ്റലിൻ്റെ വളയിൽ. നമുക്കിത് കട്ട് ചെയ്യാൻ പറ്റും പ്ലയർ വെച്ചിട്ട്. അപ്പോൾ നമുക്കൊരു കമ്പി പോലെ വളച്ചെടുത്തിട്ട് സിമ്പിളായിട്ടൊരു എസ്കൊളുത്ത് ഉണ്ടാക്കാൻ പറ്റും. അതല്ലെങ്കിൽ എസ്കൊളുത്ത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതും അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ റൗണ്ട് ഷേപ്പിലുള്ള എന്തും നമുക്ക് അവിടെ കെട്ടിക്കൊടുക്കാം. ഒരു വള തന്നെ വീണ്ടും കെട്ടിക്കൊടുക്കാം. എന്നിട്ട് അത് നമുക്ക് എവിടെയാണോ തൂക്കേണ്ടത് അവിടെ കെട്ടിക്കൊടുക്കണമെന്നേ ഉള്ളൂ. ഇങ്ങനെ കുളത്താകുമ്പോൾ പിന്നെ നമുക്ക് ഊരാനും എടുക്കാനൊക്കെ എളുപ്പമാണല്ലോ. അതുകൊണ്ടാണ്.
ഇതുപോലത്തെ നമുക്ക് ചെറിയ ചെറിയ തുണികളൊക്കെ ഉണക്കാനിടാനായിട്ട് നമുക്ക് മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും. ഇതിപ്പോൾ വെറും വേസ്റ്റാക്കി കളയുന്ന ഒരു സംഭവം വെച്ചിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തെടുത്തത്. ഇതുപോലത്തെ മെറ്റലിൻ്റെ ക്ലോത്ത് ക്ലിപ്പ് വേണമെന്നൊന്നുമില്ല, പ്ലാസ്റ്റിക്കിൻ്റെ ആയാലും മതി, നിസ്സാര വിലയുള്ളൂ. നമ്മളൊന്ന് കുറച്ചൊന്ന് ബുദ്ധിമുട്ടാൻ മനസ്സ് കാണിച്ചാൽ ഇതൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അത്യാവശ്യം മോശമില്ലാത്ത രീതിയിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ച് മാത്രം ചെയ്താൽ മതി, അതിനുവേണ്ടി ഒന്നും അങ്ങനെ വാങ്ങുമൊന്നും വേണ്ട. കണ്ടോ, എല്ലാം നമുക്ക് ഇതിൽ ഉണക്കാൻ പറ്റും. സോക്സുകളോ അല്ലെങ്കിൽ ചെറിയ ചെറിയ ടവലുകളോ ഒക്കെ ഇടാൻ പറ്റും. കുഞ്ഞുങ്ങളുള്ള വീട്ടിലൊക്കെ എന്തായാലും ഇത് വളരെ യൂസ്ഫുൾ ആവും. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഇതിൻ്റെ ഈ പകുതി ഭാഗമാണ് ഞാൻ അടുത്ത റീയൂസിനായിട്ട് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഇങ്ങനെ പൊട്ടിയോണ്ട് നമ്മളിപ്പോൾ പ്രത്യേകിച്ച് ടേപ്പൊന്നും ഒട്ടിക്കേണ്ട. ഇപ്പോൾ തുമ്പത്തൊക്കെ ആണെങ്കിൽ ഒന്ന് ടേപ്പ് വെച്ച് ഒട്ടിച്ച് സെക്യൂർ ആക്കേണ്ടി വരും. അതിനുശേഷം ഞാനിപ്പോൾ ഇതൊന്ന് കവർ ചെയ്ത് എടുക്കുകയാണ്. ഇതിപ്പോൾ ഒരു ചെറിയ ടോപ്പ് വെച്ചിട്ട്, കുട്ടികളുടെ ഒരു ടോപ്പ് എടുത്തിട്ടാണ് ഞാനിപ്പോൾ ഇത് കവർ ചെയ്യണത്. ഇതുപോലത്തെ ടോപ്പില്ലെങ്കിൽ നമുക്കൊരു തുണി വെച്ച് ഒന്ന് ചുറ്റി കൊടുത്താൽ മതി. ഇങ്ങനത്തെ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ, ടീഷർട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഒട്ടിക്കേണ്ട മാത്രമേ ആവശ്യമുള്ളൂ. നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യുക. സിമ്പിളായിട്ട് ഒരു റിബൺ വെട്ടി കൊടുത്താലും മതി. എന്നിട്ടിപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ ഒരു ചെടിച്ചട്ടിയിൽ കുറച്ച് മണ്ണ് ഫില്ല് ചെയ്തിട്ട് ഇതിലിറക്കി വെക്കാനാണ്. നമുക്ക് അങ്ങനെ ചെയ്യുമ്പോൾ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വീടിൻ്റെ അകത്ത് വെക്കാനായിട്ട് ഇത് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ സിറ്റ് ഔട്ടിലോ ഒക്കെ പ്ലാന്റ്സ് വെക്കാം. അതുപോലെ ഭംഗിക്ക് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ആയാലും ഇതിൽ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ചെറുതായിട്ടൊന്ന് ഹൈറ്റ് കൂട്ടാനായിട്ട് താഴെ എന്തെങ്കിലും ഒന്ന് വെച്ചു ഉയരം കൂട്ടി കൊടുത്താൽ മതി. ആ ഒരു ചെടിച്ചട്ടി അല്ലെങ്കിൽ താന്നു പോവില്ലേ ചെറിയ ചട്ടിയിൽ മണ്ണിടുമ്പോൾ. അപ്പോൾ നമ്മൾ ബക്കറ്റിൻ്റെ 2 ഭാഗം റീയൂസ് ചെയ്തു. ഇനി അതിൻ്റെ ഒരു കമ്പി മാത്രമേ ഉള്ളൂ, അതും കൂടെ നമുക്കൊന്ന് റീയൂസ് ആക്കാം. ഇനിയിപ്പോൾ ഇത് മാത്രമായിട്ട് വേസ്റ്റാക്കി കളയണ്ട അല്ലേ. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതൊരു പ്ലെയർ വെച്ചിട്ടൊന്ന് വളച്ചു കൊടുക്കുകയാണ്. പ്ലെയർ വെച്ചാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, കൈ കൊണ്ടൊന്നും പറ്റില്ല. നല്ല ബലമുണ്ട്, നല്ല സ്ട്രോങ് ആയിട്ടുള്ള കമ്പി ആയതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് വളയൊന്നുമില്ല. നമുക്ക് അത്യാവശ്യം നല്ല വെയിറ്റൊക്കെ ഇതിൽ തൂക്കിയിടാൻ പറ്റും. ആ കാര്യത്തിലൊരു സംശയം വേണ്ട. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു കവറുകൾ കുറച്ച് ഇതിൽ തൂക്കിയിട്ടിട്ട് അങ്ങനെ പുറത്ത് തൂക്കിയിടാമെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ ഈ കമ്പിക്കും ഒരു റീയൂസായി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുള്ള 3 ഐഡിയകളും നിങ്ങൾക്ക് എല്ലാവർക്കും എപ്പോഴെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആവും. മനസ്സിൽ വയ്ക്കുക. എന്നിട്ട് ഇതുപോലെയൊക്കെ വരുമ്പോൾ ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പ്ലാസ്റ്റിക് നമ്മളിപ്പോൾ ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ മാക്സിമം റീയൂസ് ചെയ്യാനായിട്ട് നോക്കുക. വെറുതെ അത് പ്രകൃതിയിലേക്ക് എറിഞ്ഞ് കളയാണ്ടിരിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോന് ഒരു ലൈക്ക് തരിക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും അതിന് നേരെയുള്ള ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ എനേബിൾ ആക്കാനും മറക്കരുത്. എന്നാലേ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുള്ളൂ. പിന്നെ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള റീയൂസ് ഐഡിയാസൊക്കെ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ഇനിയപ്പോൾ നാളെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നന്ദി.